നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതാണ് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ. മണിയമ്പിള്ള രാജു ഇന്നലെ രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. തൻ്റെ കാറിൽ വെളുത്ത വോൾവോ കാർ ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ ഗേറ്റിൽ സാവധാനം നിർത്തുന്നു. പിന്നീട് റോഡ് ശ്രദ്ധിക്കുന്നു. അതിനുശേഷം റോഡിൽ മറ്റ് വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയ മണിയമ്പിള്ള രാജു മെല്ലെ മുന്നോട്ടേക്ക് കാർ ഒന്നെടുക്കുന്നു. പെട്ടെന്നാണ് അതിവേഗതയിലെത്തിയ ഒരു ബൈക്ക് കാറിൻ്റെ മുൻവശത്തിടിക്കുന്നത്. വീണ്ടും അതേ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഒന്ന് കടന്നു ചെല്ലൂ. കാർ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് വാഹനങ്ങൾ വരുന്നില്ല. കാർ മുന്നോട്ടെടുത്തു. അതിവേഗതയിലെത്തിയ ആ ബൈക്ക് കാറിൻ്റെ ഇടിക്കുന്നു. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം ഇളകിത്തെറിച്ച് റോഡിലേക്ക് വീഴുന്നു. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. കാർ അമിത വേഗതയിലായിരുന്നില്ല. റോഡിലേക്ക് സാവധാനമാണ് കാർ പുറത്തേക്കിറക്കുന്നത് മണിയമ്പിള്ള രാജു. തൈക്കാട് വെള്ളയമ്പലം റോഡ് മോഡൽ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ റോഡിൽ പലപ്പോഴും വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കാറുള്ളത്. മണിയമ്പിള്ള രാജുവിൻ്റെ കാർ അപകടത്തിൽപ്പെട്ട ഈ കെട്ടിടത്തിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്. ഇന്നലെ രാത്രി തന്നെ അപകടത്തിന് തൊട്ടു പിന്നാലെ താൻ മ്യൂസിയം പോലീസിൽ വിളിച്ച് വിവരം പറഞ്ഞിരുന്നുവെന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ഇന്ന് രാവിലെ പോലീസിനെ അങ്ങോട്ടേക്ക് മണിയമ്പിള്ള രാജു വിളിച്ചു. പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് മണിയമ്പിള്ള രാജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ മണിയമ്പിള്ള രാജുവിനെ വിട്ടയച്ചു. ഇന്നലെ മദ്യപിച്ചിരുന്നില്ല എന്ന് നേരത്തെ തന്നെ മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയിരുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരുമൊക്കെ മണിയമ്പിള്ള രാജു ഇന്നലെ മദ്യപിച്ചിരുന്നില്ല എന്ന് തീർത്തു പറയുന്നു. നേരത്തെ ക്യാൻസർ രോഗം പിടിപെട്ടിരുന്ന മണിയമ്പിള്ള രാജു ദീർഘകാല ചികിത്സയിലായിരുന്നു. ക്യാൻസർ രോഗം പിടിക്കപ്പെട്ടതോടെ അദ്ദേഹം പൂർണ്ണമായി മദ്യപാനം നിർത്തി. ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തനായതിനു ശേഷം അദ്ദേഹത്തിന് ചിക്കൻ ഗുനിയ പിടികൂടി. കഴിഞ്ഞ 10 ദിവസം മുൻപാണ് ചിക്കൻ ഗുനിയയ്ക്ക് ശേഷം വിശ്രമത്തിന് ശേഷം ഒന്ന് പുറത്തേക്കിറങ്ങിയത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിവരിച്ച് മണിയമ്പിള്ള രാജു സ്റ്റേഷൻ ജാമ്യത്തിൽ അവിടെ നിന്ന് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ നടൻ്റെ വോൾവോ കാർ പോലീസ് കണ്ടെടുത്തു. വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അപകടത്തിന് ശേഷം ടെന്നീസ് ക്ലബ് ഭാഗത്തേക്കാണ് താൻ കാർ ഓടിച്ചു പോയത് എന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞു. CCTV പരിശോധനയിൽ അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിൻ്റെ മുന്നിലെത്തി അവിടെ നിന്ന് താൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കാറിൻ്റെ മുൻവശത്തെ ബമ്പർ പൂർണ്ണമായി തകർന്ന നിലയിൽ. നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ ഇളകിത്തെറിച്ചു. KL 01 CJ 0004 നമ്പറുള്ള വോൾവോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടാക്കിയതിനു ശേഷം കാർ നിർത്താതെ ഓടിച്ചുപോയി മണിയമ്പിള്ള രാജു. ഇതായിരുന്നു മണിയമ്പിള്ള രാജുവിനെതിരെ ഉയർന്ന മുഖ്യ ആരോപണം. ക്യാൻസർ ബാധിതനായിരുന്ന മണിയമ്പിള്ള രാജുവിൻ്റെ ആരോഗ്യനില വളരെ മോശമായ ഘട്ടത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ചിക്കൻ ഗുനിയ കൂടി പിടികൂടി. ഇതോടെ പുറത്തിറങ്ങി നിന്നാൽ അദ്ദേഹം വിറയ്ക്കുന്ന തലത്തിലെത്തി. ചുവട് വയ്ക്കാൻ പോലും പലപ്പോഴും കഴിയുമായിരുന്നില്ല. കൈകൾക്കും കാലുകൾക്കുമൊക്കെ വിറയൽ. അപകടത്തിൽപ്പെട്ട മണിയമ്പിള്ള രാജു ആകെ പതറിപ്പോയി. തുടർന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിലുള്ള തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിച്ചു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു അപകടമുണ്ടായി എന്നും തൽക്കാലം താൻ വീട്ടിലേക്ക് പോവുകയാണ്, അവിടെ ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ, അപകട സ്ഥലത്ത് തനിക്ക് ഇറങ്ങി നിൽക്കാനുള്ള ആരോഗ്യനിലയില്ല എന്നൊക്കെ മണിയമ്പിള്ള രാജു തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. തൽക്കാലം വീട്ടിലേക്ക് പോകൂ, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. തുടർന്ന് മണിയമ്പിള്ള രാജു പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. പോലീസിനോട് താൻ അപകടം നടന്ന വിവരം പറഞ്ഞപ്പോൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ മതി എന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവെന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ഇന്നലെ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിലുള്ള സുബ്രഹ്മണ്യൻ ഹാളിൽ ഒരു പ്രോഗ്രാം, അതിൽ പങ്കെടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് കാറുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു മണിയമ്പിള്ള രാജു. അപകടത്തിന് പിന്നാലെ മണിയമ്പിള്ള രാജുവിൻ്റെ ഡ്രൈവറാണ് കാർ ഓടിച്ചത് എന്ന തലത്തിൽ ചില പ്രചാരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തന്നെ താനാണ് കാർ ഓടിച്ചത് എന്ന് മണിയമ്പിള്ള തുറന്നു പറഞ്ഞു. അപകടം നടന്ന് 12 മണിക്കൂറിന് ശേഷമാണ് മണിയമ്പിള്ള രാജുവിന് വൈദ്യപരിശോധന നടത്തിയത് എന്ന് ഗുരുതരമായി പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുന്നു. ജീവഹാനി വരുത്തുന്ന നിലയിൽ വാഹനം ഓടിച്ചു, ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി, വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല എന്നീ കുറ്റങ്ങളാണ് ഇപ്പോൾ മണിയമ്പിള്ള രാജുവിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. മണിയമ്പിള്ള രാജുവിൻ്റെ കാർ അശ്രദ്ധമായി റോഡിലേക്ക് ഇറക്കിയെന്നും തങ്ങളുടെ ബൈക്കിന് നേരെ വന്നിടിക്കുകയായിരുന്നുവെന്നാണ് ബൈക്ക് ഓടിച്ചവർ പറഞ്ഞത്. ബൈക്കിലിടിച്ചതിന് ശേഷം നിർത്താതെ നിരക്കിക്കൊണ്ടുപോയി എന്നും അവർ പറഞ്ഞിരുന്നു.
എന്നാൽ യുവാക്കൾ ഓടിച്ച ബൈക്ക് തൻ്റെ കാറിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന നിലപാടിൽ തുടക്കം മുതൽ മണിയമ്പിള്ള രാജു ഉറച്ചു നിന്നു. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മണിയമ്പിള്ള പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയ മണിയമ്പിള്ള രാജു ആദ്യം പോലീസിനോട് ആവശ്യപ്പെട്ടത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായിരുന്നു. താൻ പറയുന്നതിനേക്കാൾ വ്യക്തതയോടെ ഒരുപക്ഷെ CCTVയിൽ കാര്യങ്ങളുണ്ടാകുമെന്ന് മണിയമ്പിള്ള തീർത്തു പറഞ്ഞു. അപകടമുണ്ടായപ്പോൾ താൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വ്യക്തിയല്ല താൻ. എന്നാൽ തൻ്റെ ആരോഗ്യമായിരുന്നു ഇപ്പോൾ മുഖ്യ പ്രശ്നം. വേഗത്തിൽ ബൈക്ക് എൻ്റെ വണ്ടിയിൽ വന്നിടിക്കുകയായിരുന്നു. ഞാൻ മദ്യപിച്ചിരുന്നില്ല. ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുന്നിൽ നിന്ന് പതുക്കെയാണ് ക്രോസ് ചെയ്തത്. അപ്പോൾ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. പെട്ടെന്ന് 2 പേർ ബൈക്കിടിച്ച് തെറിച്ചു പോകുന്നത് താൻ കണ്ടു. ആക്സിഡൻ്റാണ് എന്ന് മനസ്സിലായി. എന്നാൽ പരിഭ്രാന്തനായി സുബ്രഹ്മണ്യൻ ഹാളിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് വിവരം പറഞ്ഞു. ആംബുലൻസ് അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ വയ്യുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല, പിന്നെ സ്റ്റേഷനിൽ വിളിച്ച് വയ്യാത്ത ആളാണ്, രാവിലെ എത്തിക്കോളാം എന്ന് അവരോട് പറഞ്ഞു. ഞാൻ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത്. ക്യാൻസർ രോഗിയാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയയും തന്നെ ബാധിച്ചു. വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കാർ എടുത്തു പോയത്. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ചെയ്തത് തെറ്റായിരിക്കും. പക്ഷേ അതായിപ്പോയി എൻ്റെ സാഹചര്യം. ഇന്നലെ രാത്രി 10 മണിക്കായിരുന്നു അപകടം. ബൈക്ക് യാത്രികരായ നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടെല്ലിനും ഒടിവുണ്ട്. ഇരുവരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു. നിവേദിന് ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സൂരജിന്റെ ശസ്ത്രക്രിയ ഇതിനകം തന്നെ പൂർത്തിയാക്കി. സംഭവത്തിൽ തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന ഉറച്ച നിലപാടിൽ ബന്ധുക്കൾ നിൽക്കുന്നു. മണിയമ്പിള്ള രാജു അശ്രദ്ധയോടെ വാഹനമോടിച്ച് യുവാക്കളെ വന്നിടിക്കുകയായിരുന്നുവെന്നാണ് ഈ യുവാക്കളുടെ ബന്ധുക്കളുടെ ആരോപണം. അപകടം നടന്ന് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് മണിയമ്പിള്ള രാജുവിൻ്റെ കാർ പോലീസ് പിടിച്ചെടുത്തില്ല എന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു. അപകടമുണ്ടായപ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് റോഡിൽ വീണു. ഈ നമ്പർ പ്ലേറ്റ് പരിശോധിച്ച പോലീസിന് കാർ ഉടമ സുധീർ കുമാർ രാജു എന്ന് മനസ്സിലായി. ഒരു നടൻ്റെ വാഹനമാണ് എന്ന് ആദ്യം തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വാഹനം ഓടിച്ചതാര്? നടനാണോ അതോ നടൻ്റെ ഡ്രൈവറാണോ? മണിയമ്പിള്ള രാജുവിൻ്റെ കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പരിക്കേറ്റ നിവേദ് പറയുന്നത്. കാർ നിർത്താതെ ബൈക്ക് നിരക്കിക്കൊണ്ടുപോയി നാട്ടുകാരാണ് തങ്ങളെ ആശുപത്രിയിലാക്കിയത് എന്നൊക്കെ ബൈക്ക് യാത്രികർ പറയുന്നു. അമിത വേഗതയിൽ ബൈക്കുമായി സിറ്റിയിലൂടെ പാഞ്ഞു പോകുന്നവർ ഇത്തരം അപകടങ്ങളിൽ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.